എന്നിട്ട് നമുക്ക് നേരെ വരുന്ന ആ മിസൈലിനെ നമ്മുടെ സൂപ്പർ ഹീറോ തന്റെ സൂപ്പർ സ്യൂട്ട് കൊണ്ട് തടുത്തിട്ടതിനെ തകർത്തെറിയുന്നു. അങ്ങനെ ഈ നഗരവാസികളെ ഒരിക്കൽ കൂടി സൂപ്പർ ഹീറോ രക്ഷിച്ചു. അച്ഛാ, എപ്പോഴും അച്ഛനെ രക്ഷിക്കാൻ ഇതുപോലൊരു സൂപ്പർ സ്യൂട്ട് അച്ഛന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെയല്ലേ അച്ഛാ? മോനെ, എന്റെ അടുത്ത് ഈ സൂപ്പർ സ്യൂട്ട് ഒന്നുമില്ല. പക്ഷേ എന്നെ എല്ലായ്പ്പോഴും സുരക്ഷിതനായി വയ്ക്കുന്ന ഒരു സാധനം എന്റെ അടുത്തുണ്ട്. അതെന്താ അച്ഛാ? വാ, അത് നിന്നെ കാണിച്ചു തരാം. ഇതാണ് നിന്റെ സൂപ്പർ സ്യൂട്ട്. അതുപോലെ ഇതാണ് എന്റെ സൂപ്പർ സ്യൂട്ട്. ഇത് ക്ലിക്കായി കഴിഞ്ഞാൽ അതിനർത്ഥം ഞാനും സുരക്ഷിതനായെന്ന്. അച്ഛാ, എനിക്കൊന്നും മനസ്സിലായില്ല. അച്ഛൻ എങ്ങനെയാ സീറ്റ് ബെൽറ്റിനെ സൂപ്പർ സ്യൂട്ട് എന്ന് വിളിക്കുന്നത്? അതെന്താണെന്ന് മോനെ, ഇതല്ലേ റോഡിലെപ്പോഴും നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്നത്. ദേ കണ്ടോ, ഇതുപോലെ റോഡില് അപ്രതീക്ഷിതമായി നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരികയോ അറിയാതെ എവിടെയെങ്കിലും ഇടിക്കുകയോ ചെയ്താൽ നമുക്ക് പരിക്ക് പറ്റാതിരിക്കാനായിട്ട് ഈ സീറ്റ് ബെൽറ്റ് നമ്മുടെ ശരീരത്തെ ആഘാതം ഒന്നും ഏൽപ്പിക്കാതെ തലസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നു. ഓ, അത് ശരി. അപ്പോ അന്ന് സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നത് കൊണ്ടാണോ അച്ഛാ അന്ന് നമ്മുടെ രാമനങ്കിളിന് പരിക്ക് പറ്റിയത്? അതെ, നീ ഇപ്പൊ പറഞ്ഞത് 100% ശരിയാ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ സീറ്റ് ബെൽറ്റ് നമ്മുടെ ജീവന്റെ സുരക്ഷയ്ക്ക് എത്ര മുഖ്യമാണെന്ന്? അത് മാത്രമല്ല, വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് കൂടാതെ നമുക്ക് എക്സ്ട്രാ സുരക്ഷ നൽകാനായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താ അച്ഛാ? എയർ ബാഗ്സ്. അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എയർ ബാഗ് എന്ന്. അത് മുന്നിൽ മാത്രമല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് വേണ്ടി വാഹനത്തിന്റെ പിന്നിലെ സീറ്റിലും എയർ ബാഗ് ഉണ്ട്. പക്ഷെ അച്ഛാ, ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്നെ എന്തിനാ എപ്പോഴും പിന്നിൽ തന്നെ ഇരുത്തുന്നേ? പിന്നെ കൊച്ചുമോൾക്ക് വേണ്ടി പ്രത്യേക സീറ്റ് എന്തിനാ? കൊച്ചുമോൾ ഇപ്പൊ ശരിക്കും ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടാളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയ മോനെ. ഇതുണ്ടെങ്കിൽ നിങ്ങൾ പിന്നിലിരിക്കുമ്പോഴും എനിക്ക് വണ്ടി ഓടിക്കുന്നതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കാം. പിന്നെ ഇപ്പൊ പറഞ്ഞ ആ പ്രത്യേക ചൈൽഡ് സീറ്റില്ലേ, അത് നിന്റെ കുഞ്ഞു സഹോദരിയെ നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി സജ്ജമാക്കിയതാണ്. നിനക്കും അത് തന്നെയായിരിക്കും വേണ്ടതല്ലേ? ഇപ്പൊ നിനക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ വണ്ടിയില് ഈ സീറ്റ് ബെൽറ്റും എയർ ബാഗും എത്രത്തോളം പ്രാധാന്യമുള്ള സാധനങ്ങളാണെന്ന്. സൂപ്പർ സ്യൂട്ട് പോലെയല്ലേ? ഒരു സൂപ്പർ സ്യൂട്ട് പോലെ തന്നെ. പക്ഷെ അച്ഛാ, സൂപ്പർ സ്യൂട്ട് ആകുമ്പോൾ അതിൽ ഹെൽമറ്റും ഉണ്ടാകുമല്ലോ. നമ്മുടെ എല്ലാ സൂപ്പർ സ്യൂട്ട് അതൊന്നും ഇല്ലാതെ എങ്ങനെ പൂർണ്ണമാകും? എടാ, അതിനത് നമ്മുടെ അടുത്തുണ്ടല്ലോ. നീ ഇവിടെ നിൽക്ക. ഇത് ബൈക്കിന്റെ ഹെൽമെറ്റ് ആണല്ലോ. അച്ഛൻ എന്നെ പുറത്തു കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ രണ്ടുപേരും സ്ഥിരം വെക്കാറുള്ള ഹെൽമെറ്റ് അല്ലേ ഇത്? ഈ ഹെൽമെറ്റും കൂടി ഇട്ടാലേ നമ്മുടെ സംരക്ഷണത്തിനുള്ള ഈ സൂപ്പർ സ്യൂട്ട് പൂർണ്ണമാകുകയുള്ളൂ. നിൽക്ക്, ഞാനത് നിനക്ക് വച്ചു തരാം. ഇതൊന്ന് പിടിച്ചേ. ഈ ചെറിയ ഹെൽമെറ്റ് നിനക്ക് വേണ്ടിയാണ്. ശരിക്കും ടൈറ്റ് ആയല്ലോ. കാരണം ഹെൽമെറ്റ് ഒത്തിരി ടൈറ്റ് ആണെങ്കിലേ വേദന എടുക്കാൻ തുടങ്ങും. ഇനി അത് ലൂസാണെങ്കിൽ അത് നമ്മുടെ തലേന്നൂരി തെറിച്ചു പോയേക്കാം. അങ്ങനെയാകുമ്പോ നമ്മുടെ തലയ്ക്ക് എവിടെന്നാ സുരക്ഷ കിട്ടുക? ശരിയല്ലേ? അച്ഛാ, ഇതിന്റെ മേലെ എന്തിനാ ISI എഴുതിയത്? അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? വേറെന്തെങ്കിലും സൂപ്പർ പവർ ആണോ അച്ഛാ അത്? ഏതാണ്ട് അതുപോലെ തന്നെയാ. ഈ ISI എന്നുള്ളത് ഒരു സുരക്ഷാ മാർക്കാണ്. നമ്മൾ വാങ്ങുന്ന ഹെൽമെറ്റ് ശരിയായ സുരക്ഷയില്ലാത്തതോ ലോക്കൽ അല്ലെന്നും ഗുണനിലവാരമുള്ളതാണെന്നതിനുമുള്ള തെളിവാണ്. പിന്നെ ഇത് നമ്മുടെ തലയിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ പൂർണ്ണ സുരക്ഷിതരാണ്. നിക്ക്, ഞാനും കൂടി ഇത് വയ്ക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മ വേണം. അഥവാ ഈ ഹെൽമെറ്റ് എവിടെയെങ്കിലും ശക്തിയായിട്ട് തട്ടിയാൽ പോലും അത് മാറ്റി പുതിയ ഹെൽമെറ്റ് വാങ്ങിക്കുന്നതാവും ബുദ്ധി. പക്ഷെ അച്ഛാ, ഈ ഹെൽമെറ്റ് വൈറ്റ് നിറത്തിന് പകരം ഡാർക്ക് ബ്ലൂ നിറമായിരുന്നെങ്കിൽ എത്ര നന്നായനല്ലേ? ഡാർക്ക് ബ്ലൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാ. മോനെ, അത് നിന്റെ ആർട്ട് ക്ലാസ്സിൽ. റോഡില് തിളങ്ങുന്ന നിറത്തിലുള്ള ഹെൽമെറ്റ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ദൂരത്തുള്ള ആളുകൾക്ക് നിന്നെ കാണാൻ സാധിക്കൂ. എത്രത്തോളം കാണാൻ സാധിക്കുന്നോ അത്രത്തോളം സുരക്ഷിതമായിരിക്കും. അത് ആരെ പോലെയാ? സൂപ്പർ ഹീറോയെ പോലെ. നമുക്കിപ്പോ തന്നെ ഈ കൊച്ചു സൂപ്പർ ഹീറോയ്ക്ക് ഐസ്ക്രീം വാങ്ങാൻ പോയാലോ?